ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കാശ്മീരിൽ വന്നിട്ട് മൂന്നാം ദിവസമാണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിക്കും ഗുൽമാർഗിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭയങ്കര വലിയ സ്നോഫാളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നോർമൽ ഇവിടുത്തെ ചുറ്റാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോണത് എന്താ പരിമഹലിലേക്കാണ് പോണത്. പീർമഹൽ അഥവാ പരിമഹൽ കേട്ടോ. അത് ഒരു 7 ടെറസ്ഡ് മുഗൾ ഗാർഡനാണ്. അപ്പോൾ ഇത് സബർബൻ മൗണ്ടൻ റേഞ്ചിൻ്റെ മുകളിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ താഴത്ത് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന കണ്ടില്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് അത്രയും മുകളിലേക്ക് വരണം നമ്മൾ. അവിടെ എത്തി, ഇതാണ് പാർക്കിംഗ് സ്പേസ്. അവിടെ പോയിട്ട് നമ്മൾക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപ, അതേമാതിരി പാർക്കിങ്ങിന് 30 രൂപ. ഈ മുഗൾ രാജാക്കന്മാരല്ലെങ്കിലും ഈ ഗാർഡനുകൾ ഉണ്ടാക്കാനും ഇങ്ങനെ അല്ലേ, അതൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ് അല്ലേ അവരുടെ പരിപാടികൾ. അപ്പോൾ ഷാജഹാൻ ആവട്ടെ, അക്ബർ ആവട്ടെ, എല്ലാവരും അതാണ് ഈ മുഗൾ ഗാർഡൻസ് തന്നെ അത്രയും ഫേമസ് ആവാൻ കാരണം അതാണല്ലോ. അപ്പം ഇവിടെ ശരിക്കും ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു അത്ര കേട്ടോ. അതിൻ്റെ ഇത് അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയാണ്, അതൊക്കെ കൂട്ടിയിട്ടാണ് അയാൾ ഈ ഒരു ദാര ഷിക്കോ, ഷാജഹാൻ്റെ മകൻ, ഈ ഒരു പരിമഹൽ ഉണ്ടാക്കിയത്. പരിമഹൽ എന്നല്ല, ശരിക്കും പീർമഹൽ മാറി മാറി ഒരു പരിമഹലായതാണ്. ആ ഗുരുവിൻ്റെ കീഴിൽ ധാര ഇവിടെ ഇരുന്നിട്ടാണ് അത്രേ അസ്ട്രോളജി പഠിച്ചിരിക്കുന്നത്, ജ്യോതിഷം പഠിച്ചിരിക്കുന്നത് എന്നാണ് പറയണത്. തന്നെ അഴിച്ചു കൊടുക്കണേ അവർക്ക്, അല്ലെങ്കിൽ കാശ് കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ദിവസം, ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ ശ്രീനഗറിൽ. അപ്പോൾ ഇത് ഹലോ അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകമൊക്കെ പറയാം കേട്ടോ. ഞാൻ ഈ ഡ്രസ്സിലൊന്നും ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നല്ല ചന്തണ്ടോ? ഹലോ. അപ്പോൾ ആ കാശ്മീരി ഡ്രസ്സ് കഴിച്ചു വെച്ചു ഞാൻ. കണ്ടോ, പിന്നിൽ കണ്ണ് ദാളിലേക്കാണ്. ഇത് ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ വലുപ്പമാണ് കേട്ടോ. ഇന്ത്യയിലും സെക്കൻഡ് ആണ്. കാരണം ഇവിടെ തന്നെ ജമ്മുവിൽ തന്നെ ഉണ്ട് വേറെ വലിയ ലേക്കുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ ഇതന്നെ കണ്ടിട്ട് പേടിയാവണു. കാരണം എവിടുന്ന് നോക്കിയാലും ദാളിലേക്ക് കാണാം. നമ്മൾ എവിടെ പോകുമ്പോൾ നോക്കിയാലും ദാളിലേക്ക് കാണാം. കണ്ടോ. ഇനി അതിൽ പോകുമ്പോൾ ശിക്കാരിയിൽ പോകുമ്പോൾ എടുക്കാം കേട്ടോ. വീഡിയോ കാണിച്ചു തരാം, എല്ലാവരും കാണണം കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി കണ്ടോ. ഗുഡ് പറിച്ചിട്ട് -4 ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ. മഞ്ഞ് മാത്രമല്ല, സ്നോ ഫോളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, മഴ മാതിരി. നല്ല ഭംഗിയില്ലേ കാണാൻ. അയ്യോ, മുമ്പത്തെ അവർ ഏത് സമയത്ത് അവർ ഡൽഹിയിലല്ലേ ഭരിച്ചിരുന്ന ഷാജഹാൻ. പിന്നെ എപ്പോൾ ഇവിടെ വന്ന് താമസിക്കും, ഒരേമാതിരി തന്നെ ഉണ്ട് എല്ലാം. ക്ലൈമറ്റൊക്കെ കുറച്ചും കൂടി തണുപ്പ് കൂടുന്നു മാത്രം ഇവിടെ അല്ലേ. അങ്ങനെ അതാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വരവാണെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്ര സമയം അറിയോ? സമയം ഞാൻ പറയാം, 10:45 ഈ രാവിലെ നമ്മുടെയൊക്കെ ഒരു 6 മണിയുടെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ വെറുതെ ആ ഒരു വ്യൂവിലൊന്ന് എടുത്ത് കാണിച്ചു തരട്ടെ പറഞ്ഞിട്ട് എടുത്തത്. ഇത് കാശിത്തുമ്പടെ നമ്മുടെ കായില്ലേ, അതുമാതിരി ഉണ്ട്. പക്ഷെ ഇത് വരുന്നത് പൂവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പൂവ് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ആളെ കാണണമെങ്കിൽ. കണ്ടോ ഇതിൻ്റെ പൂവ്, എന്തൊക്കെയൊരു സാധനങ്ങളല്ലേ. ഇത് ഭംഗിയാ നിൽക്കണതാണ് മരം, അറിയോ മക്കളെ? ഇങ്ങോട്ട് നോക്കൂ, രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ട് നോക്കേ. എന്താണാവോ ആ കാണിച്ചതിന്റെ അർത്ഥം. ഈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇത്, ഈ ഗാർഡന്റെ പരിപാടി. നമ്മൾ ആ മോളിൽ നിന്നാണ് എടുത്തത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ വന്നിട്ട് ഇത്രയും ഉയരത്തിൽ നിന്നാണോ നമ്മൾ വന്നേ തോന്നും. എൻ്റെ ശബ്ദം വല്ല എന്തൊക്കെയോ കുടിച്ചിട്ട് പറയണ മാതിരി ഉണ്ടല്ലേ. കാരണം നാവ് വരെ വരണില്ല, അത്ര തണുപ്പാ. അയ്യോ, ഇന്നലത്തെ കാട്ടിൽ ഇന്നലെ സ്നോയിൽ പോയിട്ടും കൂടി, സ്നോ ഫോളിൽ പോയിട്ടും കൂടി ഇത്ര തണുപ്പ് തോന്നിയില്ല. പക്ഷെ ഇന്ന് അതിലും കൂടുതലാണ് അനുഭവം. ഇവിടെയാണ് ഇവർ ഈ ഡ്രസ്സെല്ലാം കൊടുക്കാനും ഒക്കെ. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും 3 ഫോട്ടോ 4 ഫോട്ടോ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 1 മാത്രം മതി, കൂടുതൽ വേണ്ട. എല്ലാം എന്തിനാ ഒരേ ഫോട്ടോയിൽ കുറേ എണ്ണം എന്തിനാ? 1 മാത്രമാണെങ്കിൽ 187 രൂപ കേട്ടോ. വിയർപ്പില്ലാത്തതുകൊണ്ട് അധികം നാറിണില്ല, മനസ്സിലായില്ല. വൃത്തികെട്ട മണമൊന്നുമില്ല ഡ്രസ്സ്. ബാക്കി എവിടെയാണെങ്കിലും സമ്മറിൽ നല്ല നമുക്ക് ആ ഒരു മണം വരില്ലേ, ആകെ കൂടി കുറേ പേര് ഇട്ടതെന്ന്. അതൊന്നുമില്ല കേട്ടോ, കാരണം നല്ല തണുപ്പല്ലേ എപ്പോഴും. ഇതൊക്കെ എന്തിനുള്ള സ്ഥലങ്ങളാന്ന് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ കാവക്കാർ ഇത്രയൊക്കെ നിന്നിട്ടുണ്ടാവോ അവിടെ? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആ ബുദ്ധവിഹാരത്തിന്റെ ബാക്കി ഭാഗങ്ങളായിരിക്കും. അതിനെ ഒന്നുകൂടി ശരിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു എന്നാണ് പറയണത്. അത്രയും കാലം മുമ്പത്തേണതേ. അപ്പം അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തപ്പോൾ അവരുടെ എന്തെങ്കിലും ആയിരിക്കാം ആ ഭാഗങ്ങൾ. എന്തായാലും അതെല്ലാം നന്നായി. ബ്രിട്ടീഷുകാരുടെ ആ വന്ന് ഉള്ള തകർക്കലിലൊന്നും ഇതായി പോയിട്ടില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റിയല്ലോ അല്ലേ.
ഓരോന്നിങ്ങനെ കാണുമ്പോൾ എത്രയോ ആൾക്കാർ വന്നു പോയത് അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും എപ്പോഴും. അതെ, ഈ പഴയ സ്ഥലങ്ങൾ കാണുമ്പോൾ മുഴുവൻ എനിക്ക് അങ്ങനെയാ തോന്നാറ്. അപ്പം ശരി കേട്ടോ, ഇവിടുത്തെ കഴിഞ്ഞു. കണ്ട മൂക്കൊക്കെ ചോപ്പ് കളറിൽ. എന്താ പറയുക, ഉണ്ട് തോന്നുന്നില്ല അവിടെ, മൂക്കുണ്ട് തോന്നുന്നില്ല, കൈ ഉണ്ട് തോന്നുന്നില്ല. എത്ര മെല്ലെ അറിയോ വർത്താനം പറയുമ്പോൾ എനിക്കിങ്ങനെ നാവ് വരുന്നില്ല. വേറെ ഒന്നും കഴിച്ചിട്ടല്ല കേട്ടോ, ശരിക്കും ഒരു പൂരിയും സബ്ജിയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ രാവിലെ. നല്ല രസമല്ലേ അല്ലേ? അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അവിടെയാണ് ചശ്മി ഷാഹി എന്ന് പറയും, ചശ്മ ഷാഹി എല്ലാം പറയും. അതിൻ്റെ മീനിങ് റോയൽ സ്പ്രിങ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പരിമഹലിലേക്ക് പോണ വഴിയിലാണ് നമ്മൾ, അത് ആ വഴി കൂടെയാണ് നമ്മൾ ദൂരത്ത് കാണില്ലേ, ആ വഴി കൂടെ കയറിപ്പോണം പരിമഹലിലേക്ക്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒന്നും തുടങ്ങിയിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ആദ്യം അങ്ങോട്ട് പോയത് കേട്ടോ. നമുക്കിവിടെയാണ് ആ ഇതിലാണ് നമുക്ക് ഫോട്ടോ ഒക്കെ, നമ്മുടെ അവിടെ എടുത്ത ഫോട്ടോസൊക്കെ അതിൻ്റെ കോപ്പിയൊക്കെ ഇവിടെ കിട്ടുക. നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഇത് മുഗൾ ഗാർഡൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ധാരയ്ക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ ഉണ്ടാക്കിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ താമസിച്ചുണ്ട് 1632 ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ താമസിച്ചുകൊണ്ട് അതുണ്ടാക്കി പരിമഹൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഉണ്ട് അതേമാതിരി കശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പൂച്ചെടികളൊക്കെ കണ്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പ് കഴിഞ്ഞാൽ ഈ സമയത്ത് വെക്കും. അപ്പോൾ ഇനി ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ ഇതെല്ലാം ഉഗ്രനായിട്ട് പൂവായിട്ട് നിൽക്കുന്നുണ്ടാവും. അതാണ് നമ്മൾക്ക് അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ വസന്തം. ഭയങ്കര രസമാണ് ഇവിടുത്തേന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ആ സമയത്തും കൂടി വരാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒന്നല്ലേ. അപ്പോൾ അതാ കാണുന്ന അവിടെയാണ് റോയൽ സ്പ്രിങ്, അവിടെ ആണ് ചശ്മ ഷാഹി. അവിടെ വെള്ളം മുകളിൽ നിന്ന്, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ടൊരു സ്പ്രിങ്, ഒരു വെള്ളത്തിൻ്റെ ഒരു ചാട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരതിനെ ക്ലിയർ ആക്കിയതാണ് ഇത് കേട്ടോ, അന്നത്തെ കാലത്ത് തന്നെ. അപ്പോൾ നമ്മളുടെ ഇത് കശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു സന്യാസിനി ഉണ്ടായിരുന്നു, അവരാണ് ഇവിടെ ഇതാദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിന്ന് എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം എടുത്തിട്ട് പോകുന്നുണ്ട്. എന്താ ഒരു ടേസ്റ്റ് അറിയോ വെള്ളം, ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് ഇവിടുന്ന് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നു. അദ്ദേഹം കശ്മീരി ആണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അറിയാം, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതൊരു ചിനാർ മരമാണ്, ഇതാണ് കശ്മീരിൻ്റെ മരം കേട്ടോ, ചിനാർ ട്രീ. അപ്പോൾ എല്ലാം ഇവിടെ കാണുന്ന ചിനാർ മരങ്ങൾ മുഴുവൻ 300-400 വർഷം പഴക്കമുള്ളതാണ് എല്ലാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇപ്പോൾ ഇലയൊന്നുമില്ല, ഉണങ്ങി വീണിരിക്കുന്നു. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഇലയാണ്, നമുക്ക് എന്ത് രസമല്ലേ, അതേ പടിയുണ്ട്. ഇതെടുത്തിട്ട് വരണം എന്തായാലും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നിഷാദ് ഗാർഡൻ അവിടെ തന്നെയാണ്. പക്ഷേ അതിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, പൂക്കളൊന്നുമില്ല. ഏപ്രിൽ മാസം തൊട്ട് അവിടെ നല്ല പൂക്കളായിരിക്കും, അപ്പോൾ കാണാം. അപ്പോൾ ഇത് ദാൽ ലേക്കിൽ വന്നു ഞങ്ങൾ. ദാൽ ലേക്കിൽ നമ്മൾ ഇതൊക്കെ ശിക്കാരിയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അവിടെ കണ്ടില്ലേ എന്താണ്, എങ്ങനെയൊക്കെ തണുപ്പിനെ നേരിടാം എന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും മോളും അവിടെ. അപ്പോൾ നമ്മൾ നല്ലോണം പെശകിയിട്ട് വേണം ശിക്കാരി എടുക്കാൻ. നമ്മൾക്കോ പറ്റിയില്ല, നമ്മളെ പറ്റിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ കുറേ പോയിൻ്റ് ഉണ്ട് കാണിക്കാൻ പറയാം, അത്ര വലിയ പോയിന്റുകളൊന്നും അല്ലാതെ ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയും നമ്മളതൊരു ഇതല്ലേ, എന്താ പറയുക, നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഇതിൽ വന്നില്ല എന്ന് പറഞ്ഞ പോലെ ശ്രീനഗറിൽ വന്നിട്ട് ശിക്കാരി കയറിയില്ല പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് 6 പേർക്ക് കറക്റ്റായിട്ട് 6 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് ഓപ്പോസിറ്റായിട്ട് 3 പേർക്ക് ഇരിക്കാം. പക്ഷെ നമ്മൾ ഒന്നെടുത്തിട്ട് 3 ആളും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഇങ്ങനെ മാലകളും അതും ഇതൊക്കെ ഇവിടുത്തെ കല്ലുകളും ഉണ്ടാക്കിയത് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ വരും, കുഞ്ഞു അവരുടെ സ്വന്തം തോണിയിൽ ഇങ്ങനെ വരും കേട്ടോ, കുഞ്ഞു ശിക്കാരികൾ അവരുടെ അതിലിങ്ങനെ വരും. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് കാവ കുടിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തി, അവിടുന്ന് അത് കുടിച്ചു, അത് വാങ്ങിയിട്ട് അങ്ങനെ പോയി. ഇതൊക്കെ കാണുന്നത് ഹൗസ് ബോട്ട്സാണ്. നമ്മൾക്ക് മുംബൈ കൂട്ടി ബുക്ക് ചെയ്തിട്ട് ഹൗസ് ബോട്ടിൽ താമസിക്കാം, എന്നിട്ട് കാണാം വേണമെങ്കിൽ. ഈ ഇതിൽ ഡാൽ ലേക്കിൻ്റെ നടുവിൽ താമസിച്ചു എന്നുള്ളതിനെ കേട്ടോ. അതിൽ കുറേ ഫിലിംസൊക്കെ നടത്തിയ ഇതിൽ വെച്ച് ഈ ഷൂട്ടിംഗ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഹൗസ് ബോട്ടിലും കേട്ടോ കുറേ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുള്ള ഇതാണ് ഈ ദാൽ ലേക്ക്. ഏറ്റവും കൂടുതലാണ് ഹൗസ് ബോട്ടുകളുടെ എണ്ണം. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് പോവുകയാണ് ഹൗസ് ബോട്ടുകളും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ വിൽക്കാൻ വരും. നമ്മൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക, ഇവരവിടെയൊക്കെ നിർത്തി കൊടുക്കും, ഇവരുടെയൊക്കെ ആൾക്കാരായിരിക്കും, അതാവേ.
എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ഈ ശിക്കാരം മിണ്ടാണ്ട് മോളെ നിൽക്കും. നീ ഇവിടെ അപ്പോൾ ഇരുന്നിട്ട് അവരിങ്ങനെ വേണം വന്നിട്ട് എനിക്കൊന്ന് നമ്മളെ ഉപദ്രവിച്ച് ചോദിച്ചോണ്ടിരിക്കും ഇങ്ങനെ വാങ്ങാന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ ഹൗസ് ബോട്ടുകളെ എന്താ ഒരു അല്ലേ, ഓരോരുത്തരുടെ പേരാണ്. ചിർക്കുൾ ചാർലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേരാണ് കേട്ടോ. സ്റ്റാർ ലൈറ്റ് അങ്ങനെ. അതിൻ്റെ ഇടയിൽ ഒരു പള്ളിയുണ്ട്. അവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്, മീന മാർക്കറ്റ്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. എന്താ എല്ലാം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായി. കൈ വീശാനൊക്കെ ഉള്ള കൈ കാണിക്കാൻ പറ്റുന്നുണ്ടല്ലേ? അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഓരോ ശിക്കാരികൾ ആൾക്കാർ തുഴഞ്ഞുകൊണ്ട് പോണതും ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ കുറേ നേരം പിടിക്കില്ലേ. അപ്പം നമ്മൾ മോട്ടോർ ഇതന്നെയാണ്, നമ്മുടെ മോട്ടോർ ബോട്ട് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചു മാത്രം. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ കശ്മീരിൽ. അതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആൾക്കാർ സ്വന്തം തുഴഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ എല്ലാം. ഇവിടെ താമസിക്കുന്നവരുണ്ടേ. അവിടെ ഒരു കൃഷി സ്ഥലം തന്നെ ഉണ്ടെന്ന് കണ്ടില്ലേ. നോക്കി ആൾക്കാർ തുഴഞ്ഞിങ്ങനെ പോണത്. ഒരു മാർക്കറ്റ് ഇത് കണ്ടില്ലേ. ഇതാണ് മീന മാർക്കറ്റ്. ഇവിടുത്തെ ഈ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാൻ അവർ നിർത്തി തരും. എന്താ സാധനങ്ങൾ വാങ്ങിക്കോട്ടെ പറഞ്ഞിട്ടേ. എൻ്റെ അമ്മേ ആളെ കൊല്ലണ വിലയിരിക്കും കേട്ടോ. നിർത്തട്ടെ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ നിർത്തണ്ടെന്ന് ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് കാരണം നമ്മളെ ഇടയിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകണം. ഇവിടെ വെജിറ്റബിൾ ഇതല്ലേ, അവരൊക്കെ എന്ത് മധുരയെ തുഴഞ്ഞു പോകണം, ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നതാ. അവർക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിയിട്ട് വരണ്ടേ ടൗണിൽ. ഇവിടെ താമസിക്കുന്നവർക്ക് ഉണ്ട്. തുണി കടകളുണ്ട്, എല്ലാം ഉണ്ട്. ചെരുപ്പ് ഒക്കെ ഈ തടാകത്തിൻ്റെ മുകളിലാട്ടാ എല്ലാം നിൽക്കുന്നത്. എല്ലാവിധ സാധനങ്ങളും ഉള്ള ഒരു മാർക്കറ്റ്. അപ്പം നമ്മൾ ആ മാർക്കറ്റിൻ്റെ നടുവ് കൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ, വേനലിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഒരാൾ എന്താണ് മോഡലിംഗ് ടൈപ്പ് അമ്മ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്, മകൾ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. എന്താ കുട്ടികളുടെ അല്ലേ ഇൻട്രസ്റ്റ്. ഇപ്പം എന്തോ കുറച്ചൊരു തണുപ്പ് വ്യത്യാസം ഉണ്ട് തോന്നുന്നു. ആള് കയ്യിൽ നിന്നുള്ളത് കഴിച്ചു കഴിഞ്ഞു. जिस तरह शिकारा चलता है ना, ये भी चलता है. इसको फ्लोटिंग लैंड भी बोलते हैं, फ्लोटिंग गार्डन बोलते हैं. और समर में इसके ऊपर किसान लोग सब्जियां लगाते हैं. इसमें हाँ, वो छोटे छोटे किश्तियों में आते हैं, इसके ऊपर सब्जियां लगाते हैं, इसलिए इसको नाम. ഇതാണ് ഈ ഫ്ലോട്ടിംഗ് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സമ്മർ വന്നു കഴിഞ്ഞാൽ ഏപ്രിലിൽ വന്നു കഴിഞ്ഞാൽ ഇവർ എല്ലാം ഓരോരോ കൃഷിക്കാരുടെ പ്രൈവറ്റ് ലാൻഡാണ് കേട്ടോ. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അല്ല. അവരുടെ ഇതിലൊക്കെ കൃഷി വന്നിട്ട് പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കുന്ന പറയണേ ഈ സ്ഥലം കേട്ടോ. ഇതൊക്കെ ഈ ഫ്ലോട്ടിംഗ് ഗാർഡൻ അതാണ് അവർ പറയണത്. ഇപ്പോൾ ഒന്നും കാണാനില്ല, പക്ഷെ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പച്ച കളറിൽ നിൽക്കുന്നതാണ് പറയണത്. ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോഴേ അതൊക്കെയാണ് കാണാനുള്ളത്. താമര ഇതാണ്, താമര വളർത്തുന്ന സ്ഥലമാണ്. ഒക്കെ ഓരോരുത്തരുടെയാണ് കേട്ടോ, പ്രൈവറ്റ് ആണ്. അവരിവിടെ ഇപ്പൊ താമരകളൊന്നുമില്ല, അതാ പറയണത് അയാള്. ഈ കാണുന്ന ഒരു വൃത്തികേടുമായി അപ്പം നമുക്ക് തോന്നുക അല്ല. ഒരു സൈഡിൽ മുഴുവൻ ആമ്പല്. അയാൾ ചോദിക്കണ ആമ്പല് കണ്ടിട്ടുണ്ടോ, വാട്ടർ ലിലി എന്ന് അതിന് പറയാന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് വാട്ടർ ലിലിയും ഉണ്ട്, ലോട്ടസും ഉണ്ട്, എല്ലാം ഉണ്ട് പറഞ്ഞു ഞാൻ. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു. നമ്മള് നേരെ കുറച്ച് നേരം കൂടി ഉണ്ട്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം ഒന്നും കൂടി ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ ഓൾഡ് ശ്രീനഗർ. അപ്പോൾ ഈ പഴയ ശ്രീനഗറാണ് നമ്മൾക്ക് ഒന്ന് കാണാനുള്ളത്. എല്ലാവരും ശ്രീനഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കണ്ടിട്ട് പോകും. അപ്പോൾ ഇത് ഈ പഴയ ശ്രീനഗർ, പഴയ കാലത്ത് കശ്മീരി പണ്ഡിറ്റുകളും എല്ലാവരും ഒന്നിച്ചിരുന്നിരുന്ന സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി അവിടുത്തെ ഓരോ വീടുകളുടെയും ഈ സ്റ്റൈല് നോക്കൂ. ശരിക്കും കുറേ ജനലുകൾ, ഒരുപാട് ജനലുകൾ വരിവരിയായിട്ട്. അതൊക്കെ മുമ്പത്തെ വീടുകൾ തന്നെയാണ്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ കേട്ട കഥകൾ. അവിടെ വലിയൊരു മോസ്ക് ഉണ്ട്, അത് പ്രധാനപ്പെട്ടൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതേ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, വീടുകളുടെ സ്റ്റൈൽ കണ്ടില്ലേ, എല്ലാം ജനലുകളാണ് കണ്ടോ, കുറേ ജനലുകൾ. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ രണ്ട് പേര് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പം ശരി, അപ്പം ഞാനും പോയി അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർ ഈ ചൂടിന് വേണ്ടിയിട്ട് കാങ്കടി എന്ന് പറയും ആ ഒരു സാധനം പിടിച്ച് കണലുള്ളത് കേട്ടോ, അതും പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ശരി ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാണ്, ഈ ആരും ഇല്ലാത്ത മാതിരി ഉണ്ടേ.
അപ്പോൾ എനിക്കത് എന്തോ മാതിരി ഇങ്ങനെ ഒറ്റയ്ക്കുള്ള മാതിരി അവർക്ക് അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുക. കണ്ടോ, എല്ലാ വീടും ഒരേ മാതിരിയാണ്, നല്ല എല്ലാ സ്റ്റൈലും കേട്ടോ. ശരിക്കും ആൾക്കാർ ജീവിക്കേണ്ടത് പോലും തോന്നില്ലേ നമുക്ക്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരാളിങ്ങനെ ഇടയിൽ കൂടെ പോയി, അത്ര തന്നെ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ചുമരുകൾ. എത്രയോ പഴക്കമുള്ളതാണ്, നൂറുകണക്കിന് വർഷം പഴക്കമുള്ള വീടുകളാണിത്. അല്ലാണ്ട് ഇത് കരിങ്കല്ലും അതൊന്നും അല്ലേ ഇതാ കണ്ടോ. नहीं वो भी ना हमने देखा था मार्केट में ना, मगर पर हमारे खाली देखा देखा वही हाथ में पकड़ो. एक मिनट അവർക്ക് വർത്തമാനം പറയാൻ ഒരാളെ കിട്ടിയതല്ലേ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നമ്മളുടെ ഈ വലിയ ഡ്രസ്സില്ലേ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കും. അപ്പോൾ ചൂടുണ്ടാവുമല്ലോ. इसका नाम क्या बोलते हैं? कांगड़ी कांगड़ी ना, कांगड़ी, हाँ, कश्मीरी कांगड़ी. कश्मीरी कांगड़ी। हमने मारा. नहीं ऐसा थोड़ी बोलते हैं। आप केरला में आके देखो कैसे मुसलमान और हिंदू कैसे रहते हैं। एक ही है. हाँ ऐसे नहीं. അവർക്ക് ഇതൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. എന്ത് ഇവരെ ഹിന്ദുക്കളെ മുഴുവനും ഞങ്ങൾ ഇവിടുന്ന് ആട്ടി വിട്ടു എന്നല്ലേ പറയണത്. അല്ല, പോവാത്ത എത്ര പേരുണ്ട്. അത് അന്ന് പേടിച്ചു പോയവർ എന്തൊക്കെയോ ഒരു രാഷ്ട്രീയപരമായിട്ട് എന്ത് കാര്യം കൊണ്ടാണോ എന്ത് കാര്യത്തിനാണോ ചെയ്തതെന്ന് അറിയില്ല, അങ്ങനെ ഒരു അടി ഒക്കെ തമ്മിത്തല്ലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഇതാ കണ്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. കണ്ടില്ലേ, എസ് ആർ ഗുഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. മഹാരാജ് ഗഞ്ച് എന്നും പറയും ഈ സ്ഥലം കേട്ടോ, പഴയ ശ്രീനഗർ. അപ്പോൾ കണ്ടില്ലേ, രമേശ് ട്രേഡേഴ്സ് ശരിക്കും പേര് വായിക്കാനാണ് പറയണത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ദൈവങ്ങളെ കാണിച്ചു തന്നു. എന്നിട്ട് അത് നോക്കാൻ പറഞ്ഞു. ഇവിടെ എത്ര ഹിന്ദുക്കളുടെ കടകളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ അന്നും ഉണ്ടായിരുന്നു ഇവിടെ ലഹള ഉണ്ടാവുമ്പോഴും ഉണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. BSF ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആകെ കൂടി ഒരു ഹിംസാൻ എന്ന് പറയില്ലേ, ഇതാ കണ്ടില്ലേ. ഇവർ അന്നത്തെ 100-180 വർഷം പഴക്കമുള്ള ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ് ഇവർ. ഇതും ഒരു അനിൽ ഗണ്ടോത്ര എന്ന് പറഞ്ഞിട്ട് ഹോൾസെയിൽ ഡീലറാണ്. ഈ ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ തന്നെ. അപ്പോൾ അവരൊക്കെ പറയുന്നു ഞാൻ അന്നും ഉണ്ട് ഇവിടെ, ഇന്നുമുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ അവരെ പറ്റിയിട്ട് പറഞ്ഞു തരുമായിരുന്നു നമ്മൾക്ക്. ഭയങ്കര സന്തോഷമായി. അപ്പം ഇവിടെ അമ്പലമുണ്ട്, ഗുരുദ്വാരയുമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഇപ്പോഴും പറയണത് ഞങ്ങൾ ഇവിടുത്തെ മുസൽമാൻ അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വിട്ടു എന്നൊക്കെയാണ് പറയണത്. ഒന്നുമല്ല, പാവം. കുറേ സങ്കടങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. പെട്ടെന്ന് ഒരാളെ കിട്ടിയതല്ലേ, പാവം തോന്നി. നല്ല അങ്ങനെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. പോവുകയാണ് നമ്മൾ. ഇതാണ് ഓൾഡ് ശ്രീനഗറിൻ്റെ ഛായ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ നാളെയെങ്കിലും ഗുൽമാർഗിലേക്ക് ഒന്ന് പോകാൻ പറ്റിയാൽ മതി എന്നുണ്ട്. ഏറ്റവും ആദ്യം പോകണം വിചാരിച്ച സ്ഥലമാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അവസാനമായാലും പോയാൽ മതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഓൾഡ് ശ്രീനഗറൊക്കെ കാണാൻ പറ്റിയില്ലേ. അപ്പം എന്നാൽ ശരി, നാളെ ഗുൽമാർഗ് കൊണ്ടുവരേ. ടാറ്റാ.